ഹായ്, ദിസ് ഈസ് ഉണ്ണി ശിവൻ ഹിയർ. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഞാൻ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫിയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കമ്പനികൾക്ക് വേണ്ടിയിട്ട് പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മീഡിയമാണ് പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി. നിങ്ങളുടെ ബിസിനസ് വളരണമെങ്കിൽ അതുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ വേണം. ഫോട്ടോ എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ടുള്ള ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷനാണ്. അത് ഒരു നല്ല ഫോട്ടോ ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രോഡക്റ്റ് അട്രാക്റ്റീവ് ആകുള്ളൂ. ഓരോ ഷോപ്പിൻ്റെ ബോർഡ് വയ്ക്കുമ്പോൾ ആ ബോർഡിൽ ആ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സാധാരണ കസ്റ്റമർ അതിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അത് അയാളുടെ കണ്ണിൽ ക്യാച്ച് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇന്ന പ്രോഡക്റ്റുകൾ കിട്ടുമെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാൾക്കത് മുഴുവൻ വായിക്കാനായിട്ടുള്ള സമയം കിട്ടിക്കോളണം എന്നില്ല. അപ്പോൾ ഫോട്ടോ എന്ന് പറയുന്നത് വളരെ വലിയൊരു കമ്മ്യൂണിക്കേഷനാണ്. ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫോട്ടോഗ്രാഫി ഉണ്ട്. വെഡ്ഡിങ് ഉണ്ട്, പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ഫാഷൻ ഫോട്ടോഗ്രാഫി ഉണ്ട്, അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫോട്ടോഗ്രാഫി ഉണ്ട്. പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആൾക്കാർക്കറിയില്ല. ഓരോ പ്രോഡക്റ്റിനും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വേണം ലൈറ്റിംഗ് ചെയ്യാനായിട്ട്. ലെൻസസ്, അതുപോലെ അതിൻ്റെ ഫ്രെയിമിങ് ഒക്കെ ഡിഫറെൻ്റാണ്. ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് അവർക്ക് അത് പഠിക്കാൻ വേണ്ടിയും, അതേപോലെ തന്നെ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടും. ഇപ്പോൾ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ കോഫി ഷോപ്പ്, അല്ലെങ്കിൽ ഷവർമ കട, കുഞ്ഞ് ടെക്സ്റ്റൈൽസ്. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്ന അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിന് മുമ്പിലൊരു ബോർഡ് വെക്കണം. അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്ക് തന്നെ ഫോട്ടോ എടുത്ത് വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ സെമി പ്രൊഫഷണൽ ക്യാമറയൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ക്യാമറ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മൊബൈൽ ഫോണും വെച്ചിട്ടും ഷൂട്ട് ചെയ്യാം. അപ്പോൾ മൊബൈൽ ഫോണിലൂടെ നമുക്ക് എങ്ങനെ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യാമെന്നുള്ളത്, അങ്ങനെയുള്ള വീഡിയോസുകളും ഞാൻ ഇടുന്നുണ്ട്. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ബെഡാണ്. ഒരു ബെഡ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒരു മനുഷ്യൻ ജനിച്ച അന്ന് മുതൽ മരണം വരെ ആവശ്യമുള്ളൊരു പ്രോഡക്റ്റാണ് ബെഡ്. അതുകൊണ്ട് തന്നെ ആ ബെഡിൻ്റെ ക്വാളിറ്റിയിൽ ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. മിനിമം ഒരു മനുഷ്യന് 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് യാത്രകളൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് നമുക്കതിൽ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റ് കൊണ്ട് എന്താണ് ഒരു ഉപകാരമുള്ളത്? സാധാരണ നമ്മുടെ ഷൂട്ട് പോലെ ഒരു സ്റ്റുഡിയോ ഫ്ലോറിലോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഫ്ലോറിലോ ഒന്നുമല്ല നമ്മളിത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ അവിടെ ഫാക്ടറിയുടെ അടുത്ത് തന്നെയുള്ള ഒരു റൂമിൽ തന്നെയാണ് നമ്മളിത് സെറ്റ് ഇട്ടേക്കുന്നത്. കാരണം ഇത് പുറത്ത് കൊണ്ടുപോയി ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഒരു റൂമിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ചെറിയൊരു സ്പേസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം ശരിക്കില്ല. പിന്നെ നമ്മളത് നമ്മുടെ ഇതിലേക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അവിടെ മിറർ ഉള്ളത് കൊണ്ട് നമ്മൾ തെർമോക്കോൾ വെച്ചിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തു. അതേപോലെ ഇപ്പുറത്തെ വിൻഡോ കാണുന്നുണ്ടല്ലോ, അവിടെയും നമ്മൾ ബ്ലോക്ക് ചെയ്യും. നമ്മൾ 2-3 ലൈറ്റാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രോഡക്റ്റ് വളരെ ക്ലിയർ ആവാൻ വേണ്ടി നമ്മൾ ഫിൽ ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞു, അപ്പോൾ നമ്മൾ അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യണം. അതിൻ്റെ ലെവലുകൾ കറക്റ്റാണോ എന്ന് നോക്കണം. അതിൻ്റെ ലെവല് മാറാൻ പാടില്ല, ചെരിയാനോ വളയാനോ ഒന്നും പാടില്ല, പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ ആ അറേഞ്ച്മെൻറ്റ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബെഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ ബ്രാൻഡിൻ്റെ സ്ട്രിപ്പുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്യണം. നമ്മൾ നേരത്തെ തന്നെ നമുക്ക് എന്തൊക്കെ ആംഗിൾസ് വേണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്, ഫോട്ടോ എടുക്കുന്നതൊക്കെ. നമ്മൾ ആ പ്രോഡക്റ്റ് ഒരു കസ്റ്റമർ കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിലുള്ള ഒരു വൈഡ് ആംഗിളും അതിൻ്റെ ഒരു ക്ലോസും ആണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള സ്പേസ് റെഡി ആവാതെ നമ്മൾ ഒരുപാട് സമയം പോയി നോക്കി ഫാക്ടറിയിലൊക്കെ നോക്കി കുറേ സമയം ഒരുപാട് പോയി. അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ അത് കാരണം പിന്നെ നമുക്ക് വ്ളോഗ് ചെയ്യാനായിട്ടുള്ള കുറേ വീഡിയോ എടുക്കാനായിട്ടുള്ള സമയമൊന്നും കിട്ടിയിരുന്നില്ല. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. ഷൂട്ടിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഓണേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ പ്രോഡക്റ്റ് എങ്ങനെ ഒരു കസ്റ്റമർ കാണണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി എന്താണ്, മറ്റ് കോമ്പറ്റീറ്റർ പ്രോഡക്റ്റിൽ നിന്ന് എന്താണ് ഇതിൻ്റെ വ്യത്യാസം, ബെഡിൻ്റെ വലിപ്പം, അതുപോലെ അതിൻ്റെ കനം, അതിൻ്റെ നീളം, അതിൻ്റെ ക്ലോത്ത്, അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഇപ്പോൾ ക്ലോത്ത്, സ്പ്രിങ്, അതുപോലെ സ്പോഞ്ചസ്, ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി,
ഇപ്പം നല്ല സ്പ്രിങ് അല്ലെങ്കിൽ നമുക്ക് കിടക്കാൻ പറ്റില്ല, ബാക്ക് പെയിൻ വരും. അതേപോലെ നല്ല സ്പോഞ്ച് അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആവില്ല. അതുപോലെ ഇതിൻ്റെ ക്ലോത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോത്ത് നല്ല ക്വാളിറ്റി ക്ലോത്ത് അല്ലെങ്കിൽ നമുക്ക് ചൂട് കൂടും. ഓൺലൈൻ മാർക്കറ്റിങ്ങിന് വേണ്ടിയും അതുപോലെ ബ്രോഷേഴ്സ്, അതുപോലെ ഒരു ഹോർഡിങ്, എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ബെഡ് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മോഡൽസിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഇപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഫോട്ടോസ് മാത്രമാണ്, പ്രോഡക്റ്റ് മാത്രമായിട്ടുള്ള ഫോട്ടോസാണ് അവർക്ക് ആവശ്യം. ഇപ്പം പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫിയുടെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ 3 ആംഗിളെങ്കിലും ആ പടത്തിൽ വരണം. ഒരു പ്രോഡക്റ്റിൻ്റെ 85% ആ ഫ്രെയിമിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു 2-3 ആംഗിൾസ് നമ്മൾ നേരത്തെ സംസാരിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫിയുടെ കൂടുതൽ ടെക്നിക്സുകളൊക്കെ പറയുന്ന വീഡിയോസ് ഇനി വരുന്ന വീഡിയോകളിൽ ഉണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പം സൈനിങ് ഓഫ് ഉണ്ണി ശിവൻ.